അതെ, പ്രേമിക്കുന്നവർക്ക് അങ്ങ് പ്രേമിച്ചാ പോരെ. ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിട്ട് എന്തിനാ ആൾക്കാരെ പേടിപ്പിക്കുന്നേ? ഏട്ടനടുത്തമേം കഴിക്കാൻ വാ. അതിന് അവർക്കവിടെ സമയം. അറിയോ, ഞാൻ ഡോക്ടറെ അന്വേഷിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. പാറു വിചാരിക്കുന്ന പോലെ ഞാൻ കാര്യത്തിൽ ഒരു മടിയും കാണിച്ചിട്ടുമില്ല. കാര്യങ്ങള് ഒന്ന് അന്വേഷിച്ച് ഉറപ്പ് വരുത്താൻ സമയമെടുത്തു എന്ന് മാത്രം. സിധുവിനെ കണ്ടോ? എവിടെയാവൻ? ഡോക്ടറെ കണ്ടില്ല. പക്ഷേ നിങ്ങളോ പാർവതിയോ കരുതുന്ന പോലെ ഒരാളല്ല സിദ്ധാർത്ഥൻ. അയാൾ ഒരു ഫ്രോഡാണ്. ഈ ലോകത്തിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഫ്രോഡ്. പണത്തെ മാത്രമാണ് അയാൾ സ്നേഹിക്കുന്നത്. പ്രതീക്ഷിച്ച ലാഭം പാർവതി വിവാഹം കഴിച്ചാൽ കിട്ടില്ലെന്ന് തോന്നിയപ്പോ അയാൾ വളരെ ഈസി ആയിട്ട് പാർവതി ഒഴിവാക്കി. പാറു വിഷമിക്കരുത്. പാറുവിന്റെ സങ്കടം കാണാൻ വയ്യാത്തോണ്ടാ ഞാൻ ഇത്രയും നാളിത് പറയാതെ കൊണ്ടുവന്നു. പാറു വിചാരിക്കുന്ന ഒരാളല്ല സിദ്ധാർത്ഥൻ ഡോക്ടർ. ഡോക്ടർ ആളൊരു ചതിയന. പാറുവിനെ ചതിച്ച് മുങ്ങിയതാ. ഇല്ല, പച്ചക്കള്ളം ഇത്. ഞാൻ വിശ്വസിക്കില്ലത്. സിന്ധു, ഒരിക്കലും സിദ്ധു അങ്ങനെ ചെയ്യില്ല. കള്ളം ഇത്. ഗിരിയേട്ടൻ കള്ളം പറയരുത്. പാറു, വേറെ ആര് പാറുവിനെ ചതിച്ചാലും ഞാൻ പാറുവിനെ ചതിക്കില്ല. അതുകൊണ്ട് പറയാ, ഞാൻ പറഞ്ഞൊക്കെ സത്യ. സിദ്ധാർത്ഥ ഡോക്ടർ പാറുവിനെ ശരിക്കും ചതിച്ചതാ. ഡോക്ടർ പാറുവിനെ അല്ല സ്നേഹിച്ചത്, പാറുവിന്റെ പണത്തിനെ. പാറു സ്നേഹിച്ചതും വിശ്വസിച്ച ഒരു ചതിയനെ. പാറു, അല്ല, നമുക്ക് എല്ലാവർക്കും കൂടെ പാറു, പാറു, പാറു ഇവിടെ. എന്താ അങ്ങോട്ട്? എന്താ പറ്റി? പാറു, അയ്യോ പാറു. എന്താ? ഞാൻ ഇവിടെ ഇരിക്കല്ലേ. പെട്ടെന്ന് അതെ, പാറു എന്നോട് പിണക്കം മാറ്റിയെന്ന് പറയും. അതല്ലാതെ എനിക്കൊരു മനസ്സമാനം കിട്ടില്ല. അതുകൊണ്ടാ. അയ്യോ അയ്യോ, എന്താ അവിടെ? എന്താ ഉണ്ണി? എന്താ എന്താ ആരെയും വീണോ? അതെ, പ്രേമിക്കുന്നവർക്ക് അങ്ങ് പ്രേമിച്ചാ പോരെ. ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിട്ട് എന്തിനാ ആൾക്കാരെ പേടിപ്പിക്കുന്നേ? ഏട്ടനടുത്തമേം കഴിക്കാൻ വാ. അതിന് അവർക്കവിടെ സമയം. ഏട്ടാ, അതെ, ആ കഥകൊന്ന് അടച്ചിട്ടൂടെ? ഇവിടെ ചെറിയ കുട്ടികളൊക്കെ ഉള്ളതാ. ഇങ്ങോട്ട് പോ. ഞാനൊന്ന് വിളിച്ചിട്ട് വരാം. ഈ ഏട്ടനും ഏട്ടത്തിയും എവിടെ പോയി? വിശന്നിട്ടാണെങ്കിൽ മനുഷ്യന്റെ കാറ്റിപ്പോ പോവും.
അവര് കുറച്ച് റൊമാൻസ് ഒക്കെ കഴിഞ്ഞ് വരട്ടെ. ഡി മിണ്ടായിരിക്കും. കുഞ്ഞി നീ പോയിട്ട് ഏട്ടനൊന്ന് വിളിച്ചിട്ട് വാ. ഏട്ടാ, ഏട്ടത്തിയമ്മേ വാ കഴിക്കാം. വരുന്നു കുഞ്ഞി. ആ പാറു വന്നേ. എനിക്ക് വേണ്ടാന്ന് പറയുന്നേക്ക് വന്ന്. ഏട്ടാ വേഗം വാ. എനിക്കിപ്പോ വേണ്ട. എന്തു ചേട്ടാ? കഴിക്കില്ല എന്ന് പറഞ്ഞ അവിടെ ഇരിക്കുക. ഏട്ടത്തിയമ്മേ വേഗം വന്നിരിക്കും. എനിക്ക് വിശപ്പില്ല. വാ ഇവിടെ ഇരി. ഇരിക്ക്. കഴിച്ചേ പറ്റിയിരിക്കും. ഇവിടെ ആർക്കും അങ്ങനെ പട്ടിണി കിടക്കാനൊന്നും പറ്റില്ല. ആ കഴിക്കു പാറു. എനിക്ക് വിശപ്പില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. വിശപ്പില്ലെന്നോ? എന്റെ അമ്മേ, എനിക്കാണെങ്കിൽ അത് മാത്രമേ ഉള്ളൂ. എത്ര കഴിച്ചാലും മതി വരില്ല. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. ഡി കുഞ്ഞി, നിനക്ക് വേണ്ടത് കഴിച്ചിട്ട് നീ എഴുന്നേറ്റ് പോയേ. നിർത്തിക്ക രണ്ടാളും. പാറുന് ഇതെന്തു പറ്റി? വൈകിട്ടൊരു ചായ പോലും കുടിച്ചില്ലല്ലോ. ഞങ്ങൾ എത്ര നിർബന്ധിച്ചതാണെന്ന് അറിയോ ഏട്ടാ? ആകെ ഒരു മൂഡ് ഓഫാ. മൂഡ് ഓഫിന്റെ കാരണങ്ങള് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ടൂറ്, പിക്നിക്, ഹണിമൂണ്, എക്സെട്ര എക്സെട്ര. മതി 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 മതി. ഇരുന്ന് കഴിച്ചാ. പാറു, പട്ടിണി ഇരുന്നാ ശരിയാവില്ല. എടുത്ത് കഴിച്ചേ. കഴിക്കേ. എനിക്ക് വിശപ്പില്ല. ഈ ഏട്ടൻ ഏട്ടത്തിയമ്മ എന്തോ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അതാ ഏട്ടത്തിയമ്മ ഇങ്ങനെ പിണങ്ങിയിരിക്കണ. പണക്കോ? ഒരു പണക്കോ ഇല്ല അല്ലേ പാറു? പാറു കഴിക്കും. അല്ലെങ്കിൽ വേണ്ട, ഞാൻ വരുത്തരാം. എന്ത് പണക്കം? എനിക്ക് വിശപ്പില്ല. പാറു അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. വേണ്ട, ഞാൻ കഴിക്കേട്ടത്തിയമ്മേ. എനിക്ക് വിശപ്പില്ല. കഴിച്ചേ പറ്റൂ. വേണ്ട. കഴിക്കേ. കഴിക്ക്. ഏട്ടത്തിയമ്മ വേഗം കഴിച്ചേ. ഇതെന്തോ നിസ്സാര സൗന്ദര്യ പണക്ക അല്ലേ രത്നേച്ചി? സൗന്ദര്യ പണക്കോ? അതെന്ത് പണക്കം?